ലക്ഷ്യ സ്കൂൾ ട്യൂഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ബേസിക്കായിട്ട് പഠിച്ചു വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ഒന്ന് പറയാം. സോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര, അങ്ങനെ കൗണ്ടിങ് നമ്പേഴ്സ്, ആ നമ്പേഴ്സിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ 1, 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഈ നമ്പേഴ്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ N എന്നാണ്. സോ N എന്ന് പറയുമ്പോൾ ദ കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. N സ്റ്റാൻഡ്സ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ഈ 1, 2, 3യോട് കൂടി ഒരു 0 കൂടി ചേർക്കുന്നു. സോ എന്താവും അത് 0, 1, 2, 3 എക്സെട്ര. ഇങ്ങനെ 0, 1, 2, 3 എക്സെട്ര എന്ന് പോകുന്ന നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്നായതുകൊണ്ട് നമ്മൾ ആ സെറ്റിനെ, നമ്മൾ ആ ഒരു കളക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, W എന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ പഠിച്ചിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ N ആണ്. 0, 1, 2, 3 എക്സെട്ര. നമ്മളൊരു 0 കൂടെ ആഡ് ചെയ്യുമ്പോൾ അതെന്തായി, അത് ഹോൾ നമ്പേഴ്സ് ആയി. നമ്മൾ പഠിച്ചിട്ടുള്ള 1, 2, 3 എക്സെട്ര വിളിക്കുന്ന പേര് നാച്ചുറൽ നമ്പേഴ്സ് ഇൻഡിക്കേറ്റഡ് ബൈ N എന്ന് വിളിക്കും. നമ്മളൊരു 0 ആഡ് ചെയ്യുമ്പോൾ എന്തായി, അത് ഹോൾ നമ്പേഴ്സ് ആയി. അപ്പോൾ 0, 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന ആ ഒരു കളക്ഷനെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്, W എന്ന് പറയാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇപ്പൊ നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇനി ഇതിനെ കൂടെ നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നു. അതിങ്ങനെയാണ് 0, 1, 2, 3 എക്സെട്ര ഉണ്ട്. അതിനോടൊപ്പം ലെഫ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. അതൊന്നുമല്ല, 1ന് പകരം ഒരു -1, 2ന് കൂടെ ഒപ്പം ഒരു -2, 3ക്ക് ഒപ്പം ഒരു -3. അങ്ങനെ ഇവിടെ നാച്ചുറൽ നമ്പർ 1, 2, 3 ആകുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടൊരു -1, -2, -3 എക്സെട്ര ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ -1, -2, -3 എക്സെട്ര നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ ഇത്, എക്സെട്ര 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 -3, -2, -1, 0, 1, 2, 3 എക്സെട്ര എന്നായി. അപ്പോൾ ഈ ഒരു പുതിയ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സ് എന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോഴൊക്കെ ഇതിനെ I എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് ഇതിനെ Z എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് എക്സെട്ര 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 -3, -2, -1, 0, 1, 2, 3 എക്സെട്ര എക്സെട്ര അങ്ങനെ പോകുന്ന ആ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിജേഴ്സ്. സോ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ I or Z. മോസ്റ്റ് കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുന്നത് Z എന്നാണ്, Z. ഓക്കെ, പിന്നെ നമ്മൾ മുന്നേ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? അപ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ചു വെച്ചേക്കുന്ന ഇൻഡിജേഴ്സ് ഉണ്ട്, മനസ്സിലാക്കി വെച്ചേക്കുന്ന ഇൻഡിജേഴ്സ്. അപ്പൊ ഇൻഡിജേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, റാഷണൽ നമ്പേഴ്സ്. അത് ഇങ്ങനെയാണ് എഴുതുന്നത്, P/Q ഫോമിൽ എഴുതാൻ പറ്റണം. ഒരു നമ്പറിനെ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഈ Pയും Q എന്തായിരിക്കും, ഇൻഡിജേഴ്സ് ആയിരിക്കും. ഇതെന്തല്ല, Q ഒരിക്കലും Q നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരണം. P/Q ഫോമിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, Q നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. സാധാരണയായിട്ട് ക്യാപിറ്റൽ Q കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ക്യാപിറ്റൽ Q എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, റാഷണൽ നമ്പറിന്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം P/Q, P and Q ആർ ഇൻഡിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. P Q എന്തായിരിക്കണം, ഇൻഡിജേഴ്സ് ആയിരിക്കണം. Q എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന 1 is an example of rational number. അതുപോലെ ഒരു
3/4 നമ്മൾ എടുത്താലോ അതെന്ത് തന്നെയാണ് എക്സാമ്പിൾ ഓഫ് റാഷണൽ നമ്പർ. കാരണം മുകളിൽ 3 ആണ്, താഴെ 4 ആണ്. അപ്പോൾ അത് ഇൻഡിജേഴ്സ് ആണ്, താഴെ 0 അല്ല. അപ്പോൾ എന്ത് പറയാം, അത് റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇനി ഇത് അല്ലാത്ത നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നമ്പറിനെ ഡെസിമൽ ഫോം നമ്മൾ എടുക്കുമ്പോൾ, ഒരു നമ്പർ ഡെസിമൽ ഫോം എടുക്കുമ്പോൾ 0.111 എക്സെട്ര എന്ന് വരും. ഈ നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പർ നമുക്ക് 1/9 എന്ന് കിട്ടും. 1/9 ഈ 0.111 എക്സെട്ര. അപ്പോൾ ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്പർ വെച്ച് പറയാൻ പറ്റും ആ നമ്പർ റാഷണൽ നമ്പർ ആണോ. ഇങ്ങോട്ട് മാറ്റി നമ്മൾ എഴുതി. അപ്പോൾ 0.111 എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/9. ഇത് P/Q ഫോമിലാണ്, താഴെ 0 അല്ല. അപ്പൊ എന്ത് പറയാം, 0.111 എക്സെട്ര is a rational number. 0.111 എക്സെട്ര is a rational number. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം P/Q where P and Q are integers and Q not equal to 0. ആ ഒരു രീതിയിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് കാണും. സോ അങ്ങനെ വരുന്ന നമ്പേഴ്സ്, എ നമ്പർ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം P/Q where P and Q are integers and Q not equal to 0. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല, ഒരു നമ്പറിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ആ പിയും ക്യൂ എന്താവണം, ഇൻറ്റിജർ ആയിട്ട് ഒരു പിയും ഒരു ക്യൂവും, ഇൻറ്റിജേഴ്സ് ആയിട്ട് ഒരു പിയും ഒരു ക്യൂവും അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ പറ്റാത്ത നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ സാധാരണയായിട്ട് ക്യൂ ആണ് എന്തിന്, റാഷണൽ നമ്പർ ആണെങ്കിൽ എന്ത് വിളിക്കും, അതിനെ നമ്മൾ ക്യൂ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇറാഷണൽ നമ്പേഴ്സിനെ സാധാരണ ക്യൂ പ്രൈം അല്ലെങ്കിൽ ക്യൂ ബാർ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ക്യൂ പ്രൈം അല്ലെങ്കിൽ ക്യൂ ബാർ. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത നമ്പറിനെ വിളിക്കുന്ന പേര്. അങ്ങനെ P/Q ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ക്യൂ എന്തായിട്ട് വരണം, ഇൻഡിജേഴ്സ് ആയിട്ട് വരുന്ന ഒരു P/Q ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്, ഇൻഡിക്കേറ്റഡ് ബൈ ക്യൂ പ്രൈം അല്ലെങ്കിൽ ക്യൂ ബാർ. ഈ രണ്ട് ഇൻഡിക്കേഷൻ ആണ്, ഒന്ന് ക്യൂ പ്രൈം അല്ലെങ്കിൽ ഒന്ന് ക്യൂ ബാർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ 10 ഒരു നമ്പറാണ് 10. നമുക്ക് ഈ 10 എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 5 times 2 10 എന്ന് കിട്ടുന്നു. സോ റിമൈൻഡർ എന്ത് വരും, 0. അപ്പോൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, ഈ 10നെ നമുക്ക് എന്ത് പറയാം, 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരണം, റിമൈൻഡർ 0 വരണം. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 2ന് നമുക്ക് എന്ത് പറയാം, 10ന്റെ ഫാക്ടർ എന്ന് പറയാം. എന്ത് പറയാം, ഫാക്ടർ. സോ ഹിയർ 2 ഈസ് എ ഫാക്ടർ ഓഫ് 10 ആൻഡ് 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് നോക്കിയാൽ മതി, ഡിവൈഡ് നോക്കിയാൽ മതി. കുറെ കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 10 ഞങ്ങൾക്ക് എങ്ങനെ എഴുതാം, 10 ഈസ് ഈക്വൽ ടു 2 times 5 എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 10 എന്ന നമ്പർ എന്ത് വരണം, 2ന്റെ ടേബിളിൽ വരണം. അപ്പോൾ ഒരു നമ്പർ ഫാക്ടർ ആവുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ എ എന്ന നമ്പർ ബിയുടെ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബി എന്ത് വരണം, എയുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ, ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് എന്ത് പറയാം, 2 ഈസ് എ ഫാക്ടർ ഓഫ് 10 ബിക്കോസ് എന്താണ്, 10 എങ്ങനെ വരും, 2ന്റെ ടേബിളിൽ വരും. 2 times 5 ഈസ് 10. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 10 എന്താണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 2 10ന്റെ ഫാക്ടർ ആണെന്ന് പറയാം. ഇതാണ് നമ്മുടെ ആ ഐഡിയ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലിയ കുറെ നാച്ചുറൽ നമ്പർ എടുക്കുന്നു. സപ്പോസ് 2 എടുത്തു. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന കാര്യം, 2ന് എത്ര ഫാക്ടർ ഉണ്ട്. സോ 2ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫാക്ടേഴ്സ് ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാ? 1 വരും, 2 വരും. കാരണം ഏത് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടേബിൾ ഓഫ് 1 കാണിക്കാൻ പറ്റും. അപ്പം 5 5 into 1 എന്ന് എഴുതാം, 1 into 5 എന്ന് എഴുതാം, 1 times 5 5 times 1 എഴുതാം, 12 times 1 1 times 1 time 12 times 1. അപ്പൊ ടേബിളിൽ വരുമ്പം എന്ത് വരും? അത് വരും. അപ്പം 1 എന്ന് പറഞ്ഞാൽ 1 ഈസ് എ ഫാക്ടർ ഓഫ് എവറി നമ്പർ. 1 എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറിന്റെയും ഫാക്ടർ ആണ്. അതുപോലെ 2 ഇവിടെ എടുത്തു, അപ്പം ഇവിടെ 2 ആയപ്പോൾ 2 വന്നു. അപ്പൊ ഏതൊരു നമ്പറും ആ നമ്പറിന്റെ തന്നെ എന്താണ്? മൾട്ടിപ്പിൾ ആണ്. ഇപ്പൊ 2 ഈക്വൽ 2 times 1 അല്ലെങ്കിൽ 2 times 1, 3 ഈക്വൽ 3 times 1. അപ്പം ഏത് നമ്പറും ആ നമ്പറിന്റെ എന്തിൽ വരും? ടേബിളിൽ ഉറപ്പായിട്ട് വരും. അപ്പോ 1ഉം അതുപോലെ ആ നമ്പർ ഇറ്റ്സെൽഫ് എന്തായിട്ട് വരും? എപ്പോഴും ഫാക്ടർ ആയിട്ട് വരും. ഇവിടെ 2വിന് ഇപ്പൊ എന്തേ ഉള്ളൂ? 2 ഫാക്ടേഴ്സേ ഉള്ളൂ. നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് 3 എഴുതി നോക്കാം. 1 എന്തായാലും വരും, ആ നമ്പർ എന്തായാലും വരും. 1ഉം 3യും 1ഉം 3യും അല്ലാതെ എന്തില്ല? 3ക്ക് വേറെ ഫാക്ടേഴ്സ് ഇല്ല. നമ്മൾ ഇതേ കാര്യം ഇവിടെ എഴുതുന്നു, ഫാക്ടേഴ്സ് ഓഫ് 4 എഴുതുന്നു, ഫാക്ടേഴ്സ് ഓഫ് 4. സോ നോക്കുമ്പോ അവിടെ വരുമ്പോ 1 വരും, 2 വരും, 4 വരും. കാരണം 1ന്റെ ടേബിളിൽ 4 വരും, 2ന്റെ ടേബിളിൽ 4 വരും, 4ന്റെ ടേബിളിൽ 4 വരും. അപ്പോ ഇവിടെ എന്തുണ്ട്? 1ഉം 4ഉം അല്ലാതെ ഒരു എക്സ്ട്രാ ഫാക്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. സം നമ്പേഴ്സ്, സം നാച്ചുറൽ നമ്പേഴ്സ്, ഒന്നിനേക്കാൾ വലിയ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരുന്ന ചില നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന് എന്തേ ഉള്ളൂ? എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. വേറെ കുറെ നമ്പർ എങ്ങനെയാണ്? 2വിനേക്കാൾ കൂടുതൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഉണ്ട്, മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇവിടെ നമ്മളൊരു കാര്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. അതിങ്ങനെയാണ്: നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്, അതുപോലെ മോർ ദാൻ 2 ഫാക്ടേഴ്സ്. എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ്, അതുപോലെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ്. 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പരും 2ലധികം ഫാക്ടേഴ്സ് ഉള്ള നമ്പരും. 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. So prime numbers are numbers with exactly 2 factors. 2 factors മാത്രമുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. സോ പ്രൈം നമ്പേഴ്സിനെ നമ്മൾ P എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, കോമ്പോസിറ്റ് നമ്പർ നമ്മൾ C എന്ന് വിളിക്കുന്നു. സോ P എന്ന് പറഞ്ഞാൽ P is the collection of all natural numbers greater than 1 with exactly 2 factors. 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നാച്ചുറൽ നമ്പറുകളുടെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു? അത് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം, എന്തല്ല 1 ഈസ് നോട്ട് പ്രൈം. 1 ഈസ് നോട്ട് എ പ്രൈം. 1 എന്തല്ല 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. കാരണം എന്തുകൊണ്ടാ? 1 എന്ന നമ്പർ എവിടെ ഉള്ളൂ? ടേബിൾ ഓഫ് 1 മാത്രമേ വരൂ. സോ 1 ഈസ് ഈക്വൽ ടു 1 into 1 ഇങ്ങനെ എഴുതാൻ പറ്റൂ. 1 times 1 എന്ന് എഴുതാൻ പറ്റും. 1 times 1, 1 time 1 ഈസ് 1. അല്ലാണ്ട് 1 എന്ന നമ്പർ എന്ത് ചെയ്യുന്നില്ല? മറ്റൊരു നമ്പറിന്റെയും എന്തിൽ വരുന്നില്ല? ടേബിളിൽ വരുന്നില്ല. അപ്പം 1ന് എന്തേ ഉള്ളൂ? ഓൺലി 1 ഫാക്ടർ. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? 1നെ വിളിക്കുന്നത് യൂണിറ്റ് നമ്പർ എന്ന് വിളിക്കാറുണ്ട്. യൂണിറ്റ് നമ്പർ എന്ന് 1നെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു വിളി എന്ന് പറഞ്ഞാൽ, വേറൊരു കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ 1 ഈസ് കാൾഡ് യൂണിറ്റ് നമ്പർ അല്ലെങ്കിൽ യൂണിറ്റി. ഓക്കെ, സോ 1 is neither prime nor composite. കാരണം എന്തേ ഉള്ളൂ? exactly 1 factor. So it is neither prime nor composite. It is called a unit number or unity. Sometimes it is called a unity. So it is a unit number or unity. 1 is neither prime nor composite. This is the important points. നമ്മൾ പറഞ്ഞു P prime numbers, a natural number greater than 1 whose only factors are 1 and the number itself. Prime number പറഞ്ഞു കഴിഞ്ഞു. C composite number, a natural number greater than 1 has more than 1 factors.
നാച്ചുറൽ നമ്പേഴ്സ് n, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. √2, √3, √5, 3.1414414444 എക്സെട്ര പൈ, ഇതെല്ലാം എന്താണ് എക്സാമ്പിൾ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി റിയൽ നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു റാഷണൽ നമ്പർ പറഞ്ഞു, ഇറാഷണൽ നമ്പർ പറഞ്ഞു. കളക്ഷൻ ഓഫ് ഓൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ പറഞ്ഞ ക്യൂ റാഷണൽ നമ്പേഴ്സ്, അതുപോലെ ക്യൂ പ്രൈം അതെന്താണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് വിളിക്കുന്ന കളക്റ്റീവ്ലി കോൾഡ് the rational numbers and the irrational numbers are collectively called real numbers. The collection of rational and irrational numbers, simply the real numbers are the collection of rational and irrational numbers. അപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, റാഷണലും ഉണ്ട് ഇറാഷണൽ നമ്പറും ഉണ്ട്. സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേരും അത് തന്നെയാണ്, റിയൽ നമ്പേഴ്സ് indicated by R, the letter indicated by R, which is real numbers. അപ്പൊ റിയൽ നമ്പറിനെ എങ്ങനെയാ പറയുന്നത്, R എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നമ്പർ എടുക്കുന്നു, ഇറ്റ് ഈസ് 12 എന്ന് പറയുമ്പോ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, സോ ഇറ്റ് ഈസ് 2 times 6, but 6 is a multiple of 2, so 12 can be rewritten as 2 times 3. Here 12 is a composite number, but 2 is prime, 3 is prime. So ഒരു കോമ്പോസിറ്റ് നമ്പറിനെ എങ്ങനെ എഴുതുന്നു, പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുന്നു. അപ്പോൾ ഒരു ഡൗട്ട് വന്നു, ഒരു നമ്പറിനെ മാത്രം അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? വേറെ നോക്കാം നമുക്ക്. മറ്റേതെങ്കിലും ഒരു നമ്പർ, സപ്പോസ് 15 കോമ്പോസിറ്റ് നമ്പർ ആണ്. നോക്കുമ്പോൾ ഇറ്റ് ഈസ് 3 times 5, 3 പ്രൈം ആണ്, 5 പ്രൈം ആണ്. അപ്പൊ ഇത് കോമ്പോസിറ്റ് നമ്പർ. ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പർ എടുക്കുന്നു, ആ നമ്പറിനെ എങ്ങനെ എഴുതി, പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കി എഴുതി. അപ്പോ ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കി എഴുതാം. പ്രൈം നമ്പേഴ്സിന്റെ എങ്ങനെ എഴുതാം, പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതൊരു തിങ്കിങ് ആണ് അല്ലെ. അപ്പോ ഇവിടെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. നമുക്കിപ്പോ 3 into 5 എന്ന് എഴുതിയാലും 5 into 3 എന്ന് എഴുതിയാലും കാര്യമൊന്നുമില്ല, കാരണം രണ്ടും ഒരേ ആൻസർ അല്ലേ. ഇതും 5 പ്രൈം 3 പ്രൈം. അപ്പൊ എഴുതുന്ന എന്തിൽ കാര്യമില്ല, എഴുതുന്ന ഓർഡറിൽ കാര്യമില്ല. എങ്ങനെ എഴുതാം, കോമ്പോസിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അതിന്റെ ഓർഡറിൽ ഒരു കാര്യമൊന്നുമില്ല. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റി എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഓർഡറിന് നമുക്ക് എന്ത് ചെയ്യും, ഒരേ ആൻസർ തന്നെ കിട്ടും, പ്രശ്നമില്ല. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന, ഇനി ഒരു തിയറമായിട്ട് പഠിക്കാൻ പോകുന്ന. എന്നെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. എവരി കോമ്പോസിറ്റ് നമ്പർ can be expressed as a product of primes, and this factorization is unique except for the order of its prime factors. ഇത് യുണീക്ക് ആയിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. യുണീക്ക് എന്ന വാക്കുകൊണ്ടാണ് മീൻ ചെയ്യുന്നത്. സപ്പോസ് 15 എടുക്കാം, ഇറ്റ് ഈസ് 3 times 5. അപ്പോ ഇവിടെ എത്ര 3 ഉണ്ട്, ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ 3 ആണല്ലോ. ഇവിടെ ഒറ്റ പ്രാവശ്യം 5 ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഓർഡർ മാറ്റി എഴുതാം, 5 times 3 ആക്കി എഴുതാം, 5 times 3. അങ്ങനെ മാറ്റി എഴുതുമ്പോഴും ഒരു 5ഉം ഒരു 3ഉം അല്ലേ ഉള്ളൂ. ഇവിടെ 3കളുടെ എണ്ണം കൂടിയോ, ഇല്ല. പ്രൈമുകൾ മാറിയോ, ഇല്ല. ഓർഡർ മാറി എന്നത് കൊണ്ട് അവിടെ വരുന്ന പ്രൈമുകളുടെ എണ്ണം മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ജസ്റ്റ് ഓർഡർ മാത്രം മാറി. പക്ഷെ ഓർഡർ മാറിയാൽ അതിന്റെ ആൻസർ മാറുമോ, മാറുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, അതാണ് ഈ പോയിന്റ്. ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. ഇതെന്താണ്, യുണീക്ക് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 5ഉം ഒരു 3ഉം കൊണ്ട് ആരെ എഴുതാൻ പറ്റൂ, 15 എഴുതാൻ പറ്റൂ. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ 12 എന്ന് എഴുതുമ്പോൾ എന്തേ പറ്റൂ, 12 എന്ന് പറഞ്ഞാൽ 12 is 2 times 3. സോ 2 2 വരണം, ഒരു 3 വരണം. 2 times 2 4 times 3 12. അപ്പോൾ 2 2ഉം ഒരു 3ഉം വരണം. എന്റെ ഓർഡർ മാറാൻ പ്രശ്നമില്ല. 2 times 3 times 2 പ്രശ്നമില്ല, 3 times 2 times 2 പ്രശ്നമൊന്നുമില്ല. പക്ഷേ എത്ര 2 2's, 2 2കൾ വരണം, അതുപോലെ ഒരു 3 വരണം. അതാ പറഞ്ഞേക്കുന്നത്, ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. യുണീക്ക് ആയിട്ട് എഴുതാൻ പറ്റൂ, ഒറ്റ രീതിയിൽ എഴുതാൻ പറ്റൂ. പക്ഷെ എന്ത് മാറാൻ വേണമെങ്കിൽ, എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടറിന്റെ ഓർഡറിൽ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ മാറ്റിയൊക്കെ എഴുതാൻ പറ്റും എന്നാ പറയുന്നത്.
Every composite number can be expressed as a product of primes, and this factorization is unique except for the order of its prime factors. ഇതാണ് the fundamental theorem of arithmetic. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറമാണ് the fundamental theorem of arithmetic. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നമ്പർ എടുക്കുന്നു, ഒരു കോമ്പോസിറ്റ് നമ്പർ എടുക്കാം. സപ്പോസ് 24 കോമ്പോസിറ്റ് നമ്പർ ആണല്ലോ. അപ്പോൾ 24നെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ബൈ ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ച് നമുക്ക് എന്ത് പറയാം? ഒരു കോമ്പോസിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവൻ എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കി എഴുതാം. അപ്പോൾ 24 എന്ന കോമ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞേ 24നെ എങ്ങനെ എഴുതും? 2 times 12 ആണ്. 12 എങ്ങനെ എഴുതാം? അത് 2 times 6 ആണ്. 6നെ എങ്ങനെ എഴുതാം? അത് 2 times 3 ആണ്. അപ്പൊ എങ്ങനെ വരും? 24 എന്ന് പറഞ്ഞാൽ 2 times 2 times 2 times 3. 2 times 2 4 times 2 8 times 3 24. അപ്പോ 24 equal to 2 times 2 times 2 times 3. It can be rewritten as 2 cube times 3. So 2 cube ഒരു നമ്പറിനെ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് മോർ ദാൻ 1 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിളിക്കുന്ന പേരെന്താണ്? പവർ എന്ന് പറയും. ഇപ്പൊ 2ന്റെ തേർഡ് പവർ ആണ് എഴുതിയിരിക്കുന്നത്. 2 times 2 times 2 is 2 raised to 3. 2 cube എന്ന് പറയും. 2 cube times 3 ആയി. തേർഡ് പവർ of 2 times 3. This is the prime factorization of 24. This is called prime factorization. So what is prime factorization? The process of writing a composite number into the product of primes. ഒരു കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാമെന്ന് ആര് പറഞ്ഞു? ഫണ്ടമെന്റൽ തിയറം പറഞ്ഞു. അങ്ങനെ തിയറം പറഞ്ഞ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പറിനെ അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. സോ ദിസ് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 24. 24 എന്ന നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മളോട് എഴുതി 2 cube times 3. ഓക്കെ, so prime factorization, the process of writing a composite number as a product of primes. കോമ്പോസിറ്റ് നമ്പറുകളെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആക്കി എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രൈം ഫാക്ടറൈസേഷൻ.